പ്രിയമുള്ളവരെ നമസ്കാരം. സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും ഇന്ത്യൻ ടീമിന് ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം അഭിനന്ദനങ്ങളുടെ പെരുമഴക്കാലമാണ്. പാകിസ്ഥാൻ താരങ്ങൾ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉന്മേഷം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ആദ്യം വസീം അക്രം ഇന്ത്യയെ അഭിനന്ദിച്ചു. പിന്നീട് അങ്ങോട്ട് ലോകം കണ്ട ഏറ്റവും മികച്ച വേഗത്തിൽ പന്തെറിഞ്ഞ ഫാസ്റ്റ് ബൗളറായിരുന്ന ഷോയിബ് അക്തർ ഇന്ത്യയെ അനുമോദിച്ചു പാകിസ്ഥാനെ ഇകഴ്ത്തിയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അവർക്ക് പിന്നാലെ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ താരവും ക്യാപ്റ്റനുമൊക്കെ ആയിരുന്ന ഷഹീദ് അഫ്രീദി. ലോകത്തെവിടെ കളിച്ചാലും ഇന്ത്യ ജയിക്കുമെന്ന് വസീം അക്രം പറഞ്ഞപ്പോൾ ഷഹീദ് അഫ്രീദി പറയുന്നത് ഇന്ത്യയുടെ മുന്നൊരുക്കം വളരെ മികച്ചതായിരുന്നു, ഇനി ലോക 11 വന്നാൽ പോലും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് തന്നെയാണ്. ഏതായാലും വൈകി വന്ന വിവേകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പാകിസ്ഥാനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വിമർശനമാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് നശിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വന്നാൽ, ഇന്ത്യ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലമാണ് ഇന്ത്യ അനുഭവിച്ചത്. ലോക 11 വന്നാലും ഇന്ത്യ തന്നെ ആയിരിക്കും വിജയികൾ. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് അപകടാവസ്ഥയിലാണ്. ഓരോ ടൂർണമെൻറ്റുകൾ വരുമ്പോഴും തയ്യാറെടുപ്പുകളെക്കുറിച്ച് അവർ സംസാരിക്കും. പരാജയപ്പെടുന്നതിന് ശേഷം മാറ്റങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും. ഇതുതന്നെയാണ് പാകിസ്ഥാൻ്റെ പതിവ്. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കളായ ഇന്ത്യൻ താരങ്ങളെ ഞാൻ പുകഴ്ത്തുന്നു, അഭിനന്ദിക്കുന്നു എന്നാണ് ഷഹീദ് അഫ്രീദി പറഞ്ഞത്. ഏതൊരു മത്സരത്തിലും വിജയിക്കാനുള്ള അർഹത ഇന്ത്യക്കുണ്ടായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിനും അക്കാദമികൾക്കും വേണ്ടി അത്രയേറെ നിക്ഷേപങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് ലഭിക്കുന്നത്. ദുബായിൽ മാത്രമായി കളിച്ചെന്ന പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ദുബായിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യ മികച്ച ടീമിനെ തിരഞ്ഞെടുത്തു. ലോക 11 എതിരായി കളിപ്പിച്ചാലും ഇന്ത്യക്കായിരിക്കും വിജയം. ഒരു പാക് ചാനൽ നടത്തിയ അഭിമുഖത്തിലാണ് അഫ്രീദി പറഞ്ഞത്. അതേസമയം അദ്ദേഹം പാക് ക്രിക്കറ്റിനെ അറഞ്ചം പുറഞ്ചം ട്രോളുകയാണുണ്ടായത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് അപകടാവസ്ഥയിലാണ്. അതിന് കാരണം മോശം ടീം സെലക്ഷനാണ്. ഓരോ ടൂർണമെൻറ്റുകൾ വരുമ്പോഴും പാകിസ്ഥാൻ ക്രിക്കറ്റ് തയ്യാറെടുപ്പുകളെ കുറിച്ചും സംസാരിക്കും. അവർ പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നത്. എന്നാൽ പരാജയപ്പെട്ട ശേഷം മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയും. ഇതുതന്നെയാണ് സ്ഥിരം പല്ലവി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ തീരുമാനങ്ങൾക്ക് സ്ഥിരതയില്ല. ക്യാപ്റ്റന്മാരെയും പരിശീലകരെയും ചില താരങ്ങളെയും മാറ്റി നോക്കി. എന്നാൽ അതിൻ്റെയെല്ലാം ഉത്തരവാദിത്തം PCBക്കാണ്. ക്യാപ്റ്റനെയും പരിശീലകരെയും മാറ്റുമെന്ന ചിന്തകളുണ്ടാകുമ്പോൾ ടീം എങ്ങനെ രക്ഷപ്പെടാനാണ് അഫ്രീദി വ്യക്തമാക്കി. ഇന്ത്യ ഇക്കാര്യത്തിൽ മാതൃകാപരമായ പല കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ഇന്ത്യ പല മത്സരങ്ങളും തോറ്റപ്പോഴും ക്യാപ്റ്റനിലും കോച്ചിലും ഇന്ത്യ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം അവർ കാക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യ ചാമ്പ്യന്മാരുടെ ചാമ്പ്യനായ ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കിയതെന്ന് അഫ്രീദി പറഞ്ഞു. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.